ഈ കഴിഞ്ഞ ദിവസം അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് അൽ-ഖ്വയ്ദ ഇൻ അറേബ്യൻ പെനിൻസുല എന്ന് പറയുന്ന അവരുടെ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ഞെട്ടൽ ഉളവാക്കുന്ന അതിഭയാനകമായിട്ടുള്ള ഒരു ആഹ്വാനം വന്നിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ അമേരിക്കയുടെ ഭരണതലപ്പത്തുള്ളവരെ കൊന്നൊടുക്കുക, ഒപ്പം തന്നെ അമേരിക്കയിൽ ജിഹാദ് നടപ്പാക്കുക, അവിശ്വാസികളായവരെ തെരഞ്ഞുപിടിച്ച് കൊന്നെടുക്കുക, യഹൂദരെ കൊന്നെടുക്കുക, ക്രിസ്ത്യാനികളെ കൊന്നെടുക്കുക എന്ന അതിമാരകമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള ഒരു ആഹ്വാനം അൽ-ഖ്വയ്ദയുടെ ഭാഗത്ത് നിന്ന് വന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു ആഹ്വാനം പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിൽ സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ത് ചേതോവികാരമാണ് ഇത്തരത്തിലുള്ള കൊന്നെടുക്കാനുള്ള ഒരു ആഹ്വാനത്തിലേക്ക് ഇത്തരം ഭീകര നേതാക്കളെ നയിക്കുന്നത്? ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോൺ റോബിൻ. ഇന്നും അമേരിക്ക തന്നെയാണ് നമ്മുടെ സംസാര വിഷയം, നിലപാടിലെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ്. ഇന്ന് വീണ്ടും നമ്മൾ അമേരിക്കയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ AQAP എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന, അതായത് അൽ-ഖ്വയ്ദ ഇൻ അറേബ്യൻ പെനിൻസുല, 2009 ആ ഒരു സംഘടന, ഭീകര സംഘടന രൂപം കൊണ്ടത്. സൗദി അറേബ്യയിലെയും യമനിലെയും അൽ-ഖ്വയ്ദ സംഘടനകൾ അത് രണ്ടും കൂടി മേർജ് ചെയ്തിട്ട് ഫോം ചെയ്ത അല്ലെങ്കിൽ രൂപവൽക്കരിക്കപ്പെട്ട പുതിയൊരു സംഘടനയാണ് AQAP എന്ന് പറയുന്ന അൽ-ഖ്വയ്ദ ഇൻ അറേബ്യൻ പെനിൻസുല. അപ്പോൾ നിലവിൽ അൽ-ഖ്വയ്ദയുടെ അവശേഷിക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു തീവ്രവാദ വിഭാഗമാണ്, ഭീകര വിഭാഗമാണ് AQAP എന്ന് പറയുന്ന സംഘടന. ആ സംഘടനയുടെ നിലവിലെ അമീർ അല്ലെങ്കിൽ നിലവിലെ നേതാവ്, അയാളുടെ പേര് സയ്യിദ് ബിൻ അദഫ് അൽ അവ്ലാക്കി എന്ന് പറയുന്ന നേതാവ്. ആ വ്യക്തി ഈ കഴിഞ്ഞ ദിവസം വളരെ അതിമാരകമായിട്ടുള്ള രീതിയിലുള്ള ഭീകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു രത്നചുരുക്കം ഇതാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഒപ്പം തന്നെ ഡിഫൻസ് സെക്രട്ടറി പീറ്റർ ഹെക്സത്ത്, ഒപ്പം ട്രംപിൻ്റെ നേരത്തെ ഉപദേശക റോളിൽ പ്രവർത്തിച്ചിരുന്ന എലോൺ മസ്ക്, ഇവരെ കൊന്നുകളയാനുള്ള ഒരു ആഹ്വാനം ഈ പറയുന്ന അൽ അവ്ലാക്കി എന്ന് പറയുന്ന ആ ഭീകരൻ നടത്തിയിരിക്കുന്നു. നമ്മൾ ആ വീഡിയോ, ആ വ്യക്തി നടത്തിയിരിക്കുന്ന ആ ആഹ്വാനം, കൊലപാതക ആഹ്വാനം, ഏകദേശം 34 മിനിറ്റോളം വരുന്ന ഒരു വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മൾ ആ വീഡിയോ ഇഴകേറി പരിശോധിച്ച് കഴിയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ആ വീഡിയോയിൽ ആ പറയുന്ന ഭീകരൻ എന്തൊക്കെയാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്നതൊന്ന് പരാമർശിച്ച ശേഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, ഒപ്പം ഈ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഒരു ചരിത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രധാനമായിട്ടും ഈ അൽ അവ്ലാക്കി എന്ന് പറയുന്ന ഭീകരൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ US നിലവിലെ ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ ആ ഭരണതലപ്പത്തുള്ളവരെ കൊന്നുകളയുക എന്നൊരു ആഹ്വാനമാണ് പറഞ്ഞിരിക്കുന്നത്. ആ പറയുന്ന ഭീകരൻ ആഹ്വാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് കൊലപാതകമാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ജിഹാദിൻ്റെ ഏറ്റവും മഹത്തകരമായിട്ടുള്ള, ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു രൂപം എന്നൊരു ആഹ്വാനം ആ ഭീകരൻ നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആ വീഡിയോ നോക്കുമ്പോൾ ഈ മാർക്കോ റൂബിയോനെയൊക്കെ കാണിക്കുമ്പോൾ, മാർക്കോ റൂബിയോ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ വിഭൂതി തിരുനാൾ ദിനത്തിൽ അദ്ദേഹം ഈ നെറ്റിയിൽ ചാരൻ പൂച്ചിട്ടാണ് ആ വിഭൂതി തിരുനാൾ ദിനത്തിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ കുരിശോടുകൂടി, അല്ലെങ്കിൽ കുരിശ് വരച്ചിട്ടുള്ള മാർക്കോ റൂബിയോയുടെ ആ ഒരു ചിത്രമാണ്, ഇമേജാണ് ആ വീഡിയോയിൽ ഈ ഭീകരൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ട്രംപിനെ കാണിക്കുമ്പോൾ ട്രംപിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനും ഒപ്പം നിൽക്കുന്നുണ്ട്. ആ മതമേലധ്യക്ഷൻ ഇങ്ങനെ കുരിശു ഉയർത്തി പിടിച്ചുകൊണ്ട് ട്രംപിൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്ന ഒരു പിക്ചറാണ് അവിടെ ആ വീഡിയോയിൽ ആ ഭീകരൻ കാണിച്ചിരിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ളൊരു സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആ വ്യക്തി നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമാണ് അവിശ്വാസികളെ കൊന്നെടുക്കുക. അതായത് അമേരിക്കയിലെ മുസ്ലിം ജനതയോടായിട്ടാണ് ഈ ഭീകരൻ ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ ഏകദേശം 4.5 മില്യൺ മുസ്ലിങ്ങളുണ്ട് എന്ന വ്യക്തി അവകാശപ്പെടുന്നു. അപ്പോൾ അവിശ്വാസികളെ കൊന്നെടുക്കുക, അപ്പോൾ ഈ ഇവരെ കൊന്നെടുക്കുന്ന കാര്യം നിങ്ങൾ മറ്റാരോടും പങ്കുവെക്കരുത്, അതായത് ലോൺ വൂൾഫ് അറ്റാക്കിലേക്ക് കയറുക എന്ന രീതിയിലുള്ള അതിഭയാനകമായിട്ടുള്ളൊരു ആഹ്വാനം ആ വ്യക്തി നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഏത് വംശത്തിൽപ്പെട്ടവരായിക്കോട്ടെ, നിങ്ങൾ അറബ് മുസ്ലിം ആയിക്കോട്ടെ അല്ലെങ്കിൽ അമേരിക്കൻ മുസ്ലിം ആയിക്കോട്ടെ, അതൊന്നും നിങ്ങൾ നോക്കേണ്ട. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ നോൺ മുസ്ലിംസിനെ അല്ലെങ്കിൽ കാഫറുകളായിട്ടുള്ള അവിശ്വാസികളെ കൊന്നെടുക്കുക, കൃത്യമായിട്ടുള്ള ലിസ്റ്റ് ഉണ്ടാക്കുക. അത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ലിസ്റ്റായിരിക്കണം. നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ നിങ്ങൾ കൊലപാതകം ആരംഭിക്കുക എന്ന മാരകമായിട്ടുള്ള ഒരു ആഹ്വാനം നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നേതാക്കളെ അവരെ മാത്രം ഇല്ലായ്മ ചെയ്യാനല്ല ഈ വ്യക്തി ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഈ വ്യക്തികളുടെ കുടുംബങ്ങളെ കൂടി ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ആഹ്വാനം കൂടി നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ട്രംപിന് നേരത്തെ ഉണ്ടായ 2
അസാസിനേഷൻ അറ്റംപ്റ്റ് അതിൽ പങ്കാളിത്തം വഹിച്ചവരെ ഈ വ്യക്തി അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എംബസിക്ക് നേരെയുണ്ടായ ഇസ്രായേൽ എംബസി സ്റ്റാഫിനെ വധിച്ച ആ ഒരു ആക്രമണം കൂടി ഈ ഭീകരൻ അവ്ലാക്കി എന്ന് പറയുന്ന ഭീകരൻ അവരെയും അഭിനന്ദിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി ഈ ഭീകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ യൂറോപ്പിലെ മുസ്ലിങ്ങളോട് ഈ പറയുന്ന ഭീകരൻ നടത്തിയിരിക്കുന്ന ഒരു ആഹ്വാനമുണ്ട്. നിങ്ങൾ ഏകദേശം 16 മില്യണോളം എത്തിയിരിക്കുന്നു നിങ്ങളുടെ ഒരു സ്ട്രെങ്ത്. അതിനാൽ തന്നെ യൂറോപ്പിലെ ഒരു ഇടം പോലും ഒരു യഹൂദന് സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസായി മാറരുത്. അതായത് യഹൂദനെ വേട്ടയാടുക, ടാർഗറ്റ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അതായത് ലോകത്ത് ഒരിടം പോലും യഹൂദന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമായി മാറരുത്. യഹൂദനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക, കൊന്നുകളയുക എന്ന വ്യക്തമായിട്ടുള്ള ഒരു ആഹ്വാനം ഈ വ്യക്തി നടത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതൊരു ഭീഷണിയല്ല, ഇതൊരു ആക്ഷൻ പ്ലാനാണ്. അതായത് ആക്ഷൻ നടപ്പാക്കാനുള്ള ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭീഷണിയല്ല, ഇത് ആക്ഷൻ നടപ്പാക്കാനുള്ള ഒരു ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പരാമർശിച്ചിരിക്കുന്നത്. ഈ AQAP എന്ന് പറയുന്ന സംഘടനയുടെ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. 2009 ഫോം ചെയ്തപ്പോൾ ഈ സംഘടനയുടെ നേതാക്കൾ പറഞ്ഞ പ്രഖ്യാപിതമായിട്ടുള്ളൊരു ലക്ഷ്യമുണ്ട്. അതായത് മുസ്ലിം രാജ്യങ്ങളിലെ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുക, പ്രത്യേകിച്ച് പല രാജ്യങ്ങളിലെ ജിഹാദിനെ സപ്പോർട്ട് ചെയ്യുക, ഒരു ആൻറ്റി അമേരിക്ക, ഒരു ആൻറ്റി ഇസ്രായേൽ എന്നതാണ് ഈ പറയുന്ന സംഘടനയുടെ ഒരു മുഖമുദ്ര. യമൻ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. ഹൂതികളുമായി ഒരു ടൈപ്പ് ഉണ്ട്. ഈ സംഘടനയുടെ മുൻകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ ഹൂതികളുമായി ഇടയ്ക്ക് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹൂതികളുമായ ഒരു ടൈപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു ഇസ്രായേൽ വിരുദ്ധത, അമേരിക്കൻ വിരുദ്ധത, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് പറയാൻ സാധിക്കും ഈ വ്യക്തി പുറത്തുവിട്ട ഈ വീഡിയോയിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ വിരുദ്ധത ഇതിൽ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അമേരിക്ക ഈ അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ഒരു ടാർഗറ്റായി കഴിഞ്ഞിരിക്കുന്ന. നേരത്തെയും ടാർഗറ്റാണ്, പക്ഷേ കുറെ കൂടി സജീവമായി അമേരിക്കയിലെ നേതാക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ, കൊലപാതകം നടത്തുവാൻ, അമേരിക്കയിൽ ജിഹാദ് നടത്തുവാനുള്ള അതിഭീകരമായിട്ടുള്ളൊരു ആഹ്വാനം ഈ പറയുന്ന വ്യക്തി നൽകി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ റോബിൻ, നമുക്ക് ഞാൻ ആ വ്യക്തി നടത്തിയിരിക്കുന്ന ആഹ്വാനത്തിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റാണ് ഞാൻ പരാമർശിച്ചത്. മറ്റ് ചില പോയിന്റുകൾ കൂടി നമുക്ക് പറയാനുണ്ട്. പക്ഷേ എങ്കിൽ പോലും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പരാമർശിച്ചത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു റോബിനിലേക്ക് വരാം. ഈ ഒക്ടോബർ 7-ാം തീയതിക്ക് ശേഷം, 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് ശേഷം ഈ മീഡിയയിലൂടെ ജിഹാദി പ്രവർത്തനങ്ങൾ, തീവ്രവാദ ആഹ്വാനങ്ങൾ വളരെ തന്ത്രപരമായിട്ടുള്ള രീതിയിൽ, വളരെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ ആംഗിളിലൂടെ നോക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ ഈ AQAP എന്ന് പറയുന്ന സംഘടന ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്വാനം നടത്തുന്നുണ്ട്. ആധുനിക മാധ്യമങ്ങളെ വളരെ എഫക്റ്റീവായിട്ട് ഈ ജിഹാദ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഭീകര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നു. മാത്രമല്ല സ്ലീപ്പർ സെല്ലുകളെ അവരെ ഫോം ചെയ്യാനും അവരെ റാഡിക്കലൈസ് ചെയ്യാനും അവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാനും ഇവർ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് AQAP എന്ന് പറയുന്ന ഭീകര സംഘടന. അപ്പോൾ ഇവിടെ നടത്തിയിരിക്കുന്ന ആഹ്വാനത്തിൻ്റെ വെളിച്ചത്തിൽ, മാത്രമല്ല ലോസ് ആഞ്ചൽസിൽ ഇപ്പോൾ നടക്കുന്ന പ്രൊട്ടസ്റ്റിൻ്റെ വെളിച്ചത്തിൽ, ന്യൂയോർക്ക് ആ മേഖലകളിലേക്കും ഈ ഒരു പ്രൊട്ടസ്റ്റ് മാറിയിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കർഫ്യൂ ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ ഈ ഭീകരൻ നടത്തിയിരിക്കുന്ന ഈ ഒരു ആഹ്വാനം യൂറോപ്പിലും അമേരിക്കയിലും സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമുണ്ട്? ഈ ഒരു ഭീകരൻ്റെ ഒരു ആഹ്വാനത്തെ അത്ര നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുമോ റോബിൻ? ഒന്ന്, ഇതുപോലുള്ള ഒരു പ്രഖ്യാപനങ്ങൾ അത് പല കാലങ്ങളിൽ പലരും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അനുരണനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ പലപ്പോഴും അതിനും അപ്പുറത്ത് അത് ഇന്നേറ്റായിട്ട് ഒരു വൈറസ് പോലെ പടർന്നു പിടിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഈ തീവ്രവാദത്തെ മനസ്സിലാക്കാൻ കഴിയും. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പണ്ട് കോവിഡ് വന്ന സമയത്ത്, ആ സമയത്ത് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ സമ്പർക്കത്തിൽ ഒരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ സമ്പർക്കത്തിൽപ്പെട്ട ആളുകളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പം ഒരു സമ്പർക്കവും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഈ വൈറസ് ഒരാളിൽ കണ്ടു കഴിഞ്ഞാൽ, ഒരാൾക്ക് കോവിഡ് പിടിച്ചു എന്നുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരു സമ്പർക്കവും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒരാൾക്ക്, പർട്ടിക്കുലർ സ്ഥലത്ത് ഒരാൾക്ക് കോവിഡിൻ്റെ സിംറ്റംസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ ഈ വൈറസ് പടർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പലപ്പോഴും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും പല സ്ഥലത്തും പല ആക്രമണങ്ങൾ, തീവ്രവാദി ആക്രമണങ്ങൾ നടത്തിയവരെ പിടിക്കുമ്പോൾ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീവ്രവാദ സംഘടനകളുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു പ്രതിഭാസം പല സ്ഥലത്തും കാണാൻ സാധിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവരാരും പ്രത്യേക തീവ്രവാദ സംഘടനയുമായിട്ട്, ഇപ്പോൾ അൽ-ഖ്വയ്ദയുമായിട്ടോ അതുപോലെ തന്നെ ISISുമായിട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആളല്ല. പക്ഷേ
അവർ ഒരുപക്ഷെ ചിലപ്പോൾ ഒരു മോഡറേറ്റ് ആയിട്ട് ജീവിച്ച ആളുകളായിരിക്കാം, അവരെ ഒരു രീതിയിലുള്ള സംശയത്തിന് വിട കൊടുക്കാത്ത ആളുകളായിരിക്കാം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ നടന്ന ആ ജൂയിഷ് അനുകൂല റാലിക്ക് നേരെ നടന്ന ആക്രമണം തന്നെ നോക്കുക, അയാളെ തന്നെ നോക്കുക. അയാൾ കൃത്യമായിട്ട് അയാൾക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അയാൾ ഉണ്ടാക്കിയിട്ടില്ല. അയാൾ വളരെ സേഫായിട്ട് ജീവിച്ചു പോകുന്ന, സമാധാനപരമായിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ജൂയിഷ് റാലിക്ക് നേരെ ഇതുപോലെ ഇത് കോക്ടെയിൽ എറിഞ്ഞ് ആളുകൾക്ക് പരിക്കേറ്റ് ഏകദേശം കൊല്ലാൻ വേണ്ടി അയാൾ ചെയ്തതാണത്. അപ്പോൾ സമ്പർക്കത്തിൽ ഇല്ലാതെ ഇങ്ങനെ ഒരു തീവ്രവാദി ജനിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോവിഡിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് വളരെ ഡേഞ്ചറസ് ആണ്. അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന, തിരികൊളുത്തുന്ന സംഗതി എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത്. അവിടെയാണ് ഇയാൾ ഈ നടത്തിയ പ്രഖ്യാപനത്തിനുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ തീവ്രവാദികളുടെ കൊടികുത്തി വാഴാൻ പോകുന്ന എല്ലാ തീവ്രവാദികളുടെയും ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം ഏറ്റവും ആഴത്തിൽ അവരുടെ മതത്തെ ഇഴകീറി പരിശോധിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ മനുഷ്യരാണ് ഇവരെല്ലാവരും. ഇവരുടെ എല്ലാം ചരിത്രം അങ്ങനെയാണ്. ഈ കൊടികുത്തിയ തീവ്രവാദികളുടെ എല്ലാം ചരിത്രം അതാണ്. അവരെല്ലാം ആഴത്തിൽ മതത്തെ പഠിച്ചവരാണ്. ഈ ആഴത്തിൽ മതത്തെ പഠിച്ചവരിൽ നിന്ന് എങ്ങനെയാണ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ കൊന്നുകളയുന്നതാണ്, ക്രൂരമായി കൊന്നുകളയുന്നതാണ് എന്ന് പറയാൻ പാകത്തിൽ എങ്ങനെയാണ് ഇവർ പ്രാപ്തരാകുന്നത് എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെ ഇവർക്ക് കഴിയുന്നു ജിഹാദ് നടത്തേണ്ടത് ഒരു മനുഷ്യനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞുകൊണ്ടാണ് എന്നുള്ളത്? അതാണ് അതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഇവിടെ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം അമേരിക്കയിൽ എത്രയോ തീവ്രവാദി ആക്രമണങ്ങൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ യൂറോപ്പിൽ ഷാർലി എബ്ദോ അടക്കം, അതുപോലെ ജർമ്മനിലെ ക്രിസ്മസ് മാർക്കറ്റ് അടക്കം, അതുപോലെ തന്നെ കത്തി ആക്രമണങ്ങളടക്കം, പള്ളിയിൽ കയറി കഴുത്തെറുത്ത് ക്രൂരമായിട്ട് ആളുകളെ കൊല്ലുന്നതടക്കം എത്രയോ ആക്രമണങ്ങളാണ് നടക്കുന്നത്. ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ എത്രയോ ഭീകരാക്രമണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏഷ്യയിൽ എത്രയോ ഭീകരാക്രമണങ്ങൾ നടക്കുന്നത്. ഇന്ത്യ കേരളം അടക്കം വളരെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ തന്നെയാണ് എത്രയോ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാം കാരണഭൂതമാകുന്ന ആ ഒരു തീ എന്ന് പറയുന്നത് ഇയാൾ ഈ പറയുന്ന സാധനമാണ്, ആ ജിഹാദാണ്. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ ഏറ്റവും ഭീകരമായ വസ്തുത. അത് ഒരു സമ്പർക്കവുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിലെ അതിലും ഭീകരമായ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ഈ ആഹ്വാനം നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല. കാരണം ജിഹാദ് എന്ന് പറയുന്നത് ഇവർ വെറുതെ പറയുന്നതല്ല. ഇവർ കൃത്യമായി മതം പഠിച്ച് അതിൻ്റെ ഉള്ളിൽ എടുക്കാവുന്നത്രയും ഇഴകീറി പരിശോധിച്ച് എടുത്തതിന് ശേഷമാണ് ഇവർ ലോകത്തോട് വിളിച്ചു പറയുന്നത്, എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിങ്ങളോട് വിളിച്ചു പറയുന്നത് ഈ ജിഹാദ്, ഏറ്റവും ബെസ്റ്റ് ജിഹാദ് എന്ന് പറയുന്നത് ഈ മനുഷ്യരെ കൊന്നുകളയുന്നതാണ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഭീകരമായ ഒരു വസ്തുതയാണ്. ഇവർക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവർ തീവ്രവാദി ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇവർ തീവ്രവാദി ആക്രമണങ്ങൾ വലിയ രീതിയിൽ നടത്താത്തത് ഒന്ന് ലാറ്റിൻ അമേരിക്കയാണ്. ലാറ്റിൻ അമേരിക്കയിലേക്ക് നമുക്കറിയാം, ലാറ്റിൻ അമേരിക്ക അവിടെ കയറി ചെന്ന് തീവ്രവാദം നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ലാത്തത് കൊണ്ട് അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഒന്ന് ചൈനയാണ്. ചൈനയിൽ നമുക്കറിയാം ഒരു കാലത്ത് ഇഷ്ടംപോലെ കത്തിക്കുത്ത് കേസുകളടക്കം ഇതുപോലെ തീവ്രവാദത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതിനെ ചൈന കൗണ്ടർ ചെയ്ത രീതി ഇന്നും ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വായിൽ തുണി വെച്ച് മിണ്ടാതിരിക്കേണ്ട അവസ്ഥയിൽ ചൈന അവരെയും ഒതുക്കി, അവിടെ ഉണ്ടായിരുന്ന തീവ്രവാദികളെ എല്ലാം ഒതുക്കി. പല ഡോക്യുമെൻ്ററികളും ചൈനയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, വലിയ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയെല്ലാം ഉയർഗുൾ മുസ്ലിങ്ങളെ, അവിടെയെല്ലാം അവരുടെ മക്കളെ അതിൻ്റെ ഉള്ളിൽ പാർപ്പിച്ച് കൃത്യമായിട്ടുള്ള അവർക്ക് പഠനങ്ങൾ കൊടുത്ത് അവരുടെ ബ്രെയിൻ വാഷ്, ആ മതത്തെക്കുറിച്ചുള്ള അവരുടെ പഠനങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിൽ അത്ര കഠിനമായിട്ടാണ് ചൈന അതിനെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് ലോകത്തിൽ ഒരു മനുഷ്യനും, അല്ലെങ്കിൽ ഈ തീവ്രവാദി പോലും, ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയും യൂറോപ്പിനെതിരെയും സംസാരിക്കുന്ന ഈ തീവ്രവാദിക്ക് പോലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരക്ഷരം പോലും സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചൈന ഇവർക്ക് കാണിച്ചു കൊടുത്ത രീതി എന്ന് പറയുന്നത്. ഇസ്രായേലും ഏകദേശം അതേ രീതിയിലേക്കാണ് പോകുന്നത്. ഇപ്പം അതിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടിയുണ്ട്. എന്ന് വെച്ചാൽ യൂറോപ്പിൽ ഒരു സ്ഥലത്തും ജൂതന്മാർക്ക് ഒളിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ആക്രമിച്ച് ഇല്ലാതാക്കണം എന്നുള്ളൊരു ആ ഒരു രീതിയിൽ കൂടി അവർ പറയുന്ന സാധനം എന്ന് വെച്ചാൽ അത് തന്നെയാണ്, കൃത്യമായിട്ട് അതാണ്. അയാൾ എന്താണോ പറഞ്ഞത് അതാണ്
തീവ്രവാദ മനസ്ഥിതിയുള്ള എല്ലാ മനുഷ്യരും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ലവ് ജിഹാദ് കേട്ടിട്ടുണ്ട്, ബിസിനസ് ജിഹാദ് കേട്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ജിഹാദ് കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒരു പോയിന്റിൻ്റെ ഭാഗമാണ്. ഫണ്ടിങ് ഒരു വശത്തുകൂടെ, അതുപോലെ തന്നെ പ്രൊപ്പഗാൻഡ ഒരു വശത്തുകൂടെ, അതുപോലെ ഇമിഗ്രേഷൻ ഒരു വശത്തുകൂടെ, അങ്ങനെ എല്ലാ രീതിയിലും ഇത് ഒരു സ്പിയർ ഹെഡിൻ്റെ ബാക്ക് ഭാഗങ്ങളാണ് ഇത് മൊത്തം. ആ സ്പിയർ ഹെഡ് എന്ന് പറയുന്നത് കൃത്യമാണ്, കൊന്നു തന്നെ ജിഹാദ് നടത്തുക എന്നുള്ളത് തന്നെയാണ്, വളരെ കൃത്യമാണത്. അപ്പോൾ അയാൾ പറഞ്ഞത് വെറുതെ ആയിട്ട് കണക്കാണ്. കാരണം $6 മില്യൺ അമേരിക്ക തലയ്ക്ക് വിലയിട്ടേക്കുന്ന ഇച്ചിരി വിലപിടിപ്പുള്ള തീവ്രവാദിയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അത് വെറുതെ പറഞ്ഞതല്ല, കൃത്യമായിട്ട് ഇത് യൂറോപ്പിലും അമേരിക്കയിലും ഉള്ള ലോകത്തിലും ഇന്ത്യയിലടക്കം ഈവൻ കേരളത്തിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഒരു തുടരാൻ വേണ്ടിയുള്ള ആഹ്വാനം തന്നെയാണ് അയാൾ കൊടുത്തേക്കുന്നത്. അത് വ്യക്തമാണ്. ജോൺ, നമുക്ക് ഈ അൽവാക്കിയുടെ ആ ഒരു ആഹ്വാനത്തിൽ, ആ ഒരു വീഡിയോയിൽ ആ വ്യക്തി എടുത്തു പറയുന്ന ചില വാചകങ്ങളുണ്ട്. റിവെഞ്ച് എന്ന് പറയുന്ന വാചകം. ഒപ്പം എടുത്തു പറയുന്ന മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്, ദർ ആർ നോ റെഡ് ലൈൻസ്. അതായത് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളായിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, അവരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. അത് കെട്ടിടങ്ങളാകാം, കുടുംബങ്ങളാകാം, അല്ലെങ്കിൽ വ്യക്തികളാകാം, അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളാകാം, എക്കണോമി ഒക്കെ ആകാം. അപ്പം ഈ ഹാക്കേഴ്സിനൊക്കെ ഈ പറയുന്ന വ്യക്തി ആഹ്വാനം കൊടുത്തിട്ടുണ്ട്, ഹാക്ക് ചെയ്തിട്ട് എക്കണോമി തകർത്ത് കളയുക. അറബ് രാജ്യങ്ങളിലെ പൈലറ്റുമാർക്ക് ആഹ്വാനം കൊടുത്തിട്ടുണ്ട്, അതായത് ഈ വിമാനം പറത്തി അമേരിക്കൻ എയർബേസുകൾ തകർക്കുക. അങ്ങനെ ഒരു ഭ്രാന്തൻ ആശയം തന്നെയാണ്. അതെന്തും ആയിക്കോട്ടെ. കാരണം ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള മത തീവ്രവാദ ഉള്ളിൽ തലയ്ക്ക് കയറി കഴിയുമ്പോൾ വെളിവില്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എൻ്റെ ഒരു ചോദ്യം മറ്റൊന്നാണ്, അതായത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ അൽഖ്വയ്ദയാണ് 2001 സെപ്റ്റംബർ 11 അറ്റാക്കിന് പിന്നിൽ പ്രവർത്തിച്ചത്, 3000-ഓളം അമേരിക്കക്കാരുടെ ജീവനെടുത്ത ആ ഒരു ആക്രമണം. ഈ അൽഖ്വയ്ദ എങ്ങനെ ഇത്രത്തോളം ഒരു കടുത്ത അമേരിക്കൻ വിരുദ്ധതയിലേക്ക് മാറുന്നു? എന്താശയമാണ് ഇത്രത്തോളം കടുത്ത രീതിയിൽ, അതായത് ചോര വീഴ്ത്തിയും തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കുക എന്ന രീതിയിലേക്ക് ഇവരെ നയിക്കുന്നത്? ജോജി റോബിൻ പറഞ്ഞ വെളിച്ചത്തിൽ ഈ ഒരു തീവ്രവാദ ആഹ്വാനം നടത്തിയ അറേബ്യയിലുള്ള ഒരു അൽഖ്വയ്ദ ഒരു ടെററിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ രണ്ടാം ഹിറ്റ്ലർ ആണോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വരാണ്. ഇപ്പോൾ ആദ്യം ഹിറ്റ്ലറുടെ ഭാഗത്ത് നാസി പടകളായിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യൂറോപ്പിലെ ഓരോ ഭാഗത്തുള്ള ജൂതനെ പിടിച്ചുകൊണ്ടുപോയി വെടിവെച്ച് കൊല്ലുക അല്ലെങ്കിൽ കൊന്നു കളയുക എന്നൊക്കെ പറയുമ്പോൾ ഹിറ്റ്ലറിൻ്റെ വേറൊരു ഏകാധിപത്യ നാസിസത്തിൻ്റെ വേറൊരു മുഖമാണ്. അത് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ റാഡിക്കൽ ഇസ്ലാമിസം എന്ന് പറയുമ്പോൾ അത് വളരെ ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഒന്നാമത് ജൂതനായിരിക്കും, പിന്നീട് വരുന്നത് മറ്റു മതങ്ങളായിരിക്കും. ഓക്കെ, ഞാൻ ഈ അമേരിക്കയിലുള്ള CAIR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാം റിലേഷൻസ്, അത് സ്ഥിതി ചെയ്യുന്നത് വാഷിങ്ടൺ DC. അവരുടെ 1-2 പ്രഖ്യാപനങ്ങൾ വായിച്ചതിന് ശേഷം, പിന്നെ ചെറുതായിട്ട് റാഡിക്കൽ ഇസ്ലാമിൻ്റെ 1-2 പ്രധാനപ്പെട്ട ആശയങ്ങളൊന്നും വായിച്ചതിന് ശേഷം ഈ പറയുന്ന അൽഖ്വയ്ദ എന്നുള്ളൊരു കാര്യത്തിലേക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമതായിട്ട് പറയുന്നത് ഫോർമർ CAIR, അതായത് കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാം റിലേഷൻസ്, വാഷിങ്ടണിലാണ് സ്ഥിതി ചെയ്യുന്നത്, പറഞ്ഞിരിക്കുകയാണ്, why are we living in USA? Okay, Allah said, അവർ വിശ്വസിക്കുന്ന ദൈവം Allah said, we are making Islamic caliphate on earth and you are part of Allah caliphate in here. മനസ്സിലായി? ഇപ്പോൾ എല്ലാം ക്ലിയർ ആണ്. ഒറ്റ വാചകത്തിലൂടെ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ ഈ പറയുന്ന ടെററിസ്റ്റുകൾ അതുപോലെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് പ്രക്ഷോഭം ഉണ്ടാക്കണേ? കൃത്യമായിട്ട് പറയാണ്, വി ആർ മേക്കിംഗ് ഇസ്ലാമിക് കാലിഫേറ്റ് ഓൺ എർത്ത്. അത് അവരെ തന്നെ പറയുന്നതാണ്. കൗൺസിൽ ഓഫ് അമേരിക്കൻ ഇസ്ലാം റിലേഷൻസ്, വാഷിങ്ടൺ DC, പല കോൺട്രവേഴ്സിക്കും വിധേയരായിട്ടുണ്ട് അവർ. വേറൊരു കാര്യം എന്ന് പറയുകയാണ്, ഈ പബ്ലിക്കായിട്ട് പറയുന്നൊരു യൂസേജാണ്. അവർ പറയുന്നതല്ല, ഒരു പബ്ലിക്കായിട്ട് യൂസേജാണ്. ഇസ്ലാം ഈസ്, ശരിക്കും പറഞ്ഞാൽ റാഡിക്കൽ ഇസ്ലാം വേണമെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് പറയാം, ഈസ് ആൻ അൺഎൻഡിങ് കോളനിയലിസം പ്രോജക്റ്റ്. അതായത് പണ്ട് കാലത്ത് നമ്മൾ പറയില്ലേ, ഈ ഫ്രഞ്ച് കോളനി, അമേരിക്കൻ കോളനി, സ്പാനിഷ് കോളനി പോലെ ഇതൊരു മതത്തിൻ്റെ അപ്പുറം ഒരു കോളനിവൽക്കരണമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാം ഈസ് ആൻ അൺഎൻഡിങ് കോളനിസം പ്രോജക്റ്റ് കോൺകറിങ് നോൺ മുസ്ലിംസ് കൺട്രീസ്, എലിമിനേറ്റിംഗ് ദർ പീപ്പിൾ ആൻഡ് റിലിജൻസ് ആൻഡ് കൾച്ചർ. ഒരു കോളനി ആക്കിയിട്ട് അതാണ് ശരിയ ലൈമ കൃത്യമായിട്ട് അവർ പറയുന്നത്. ഒരു കാര്യം കൂടി ഇതിനെക്കുറിച്ച് പറയാണ്, യു ക്യാൻ സെപ്പറേറ്റ് പൊളിറ്റിക്കൽ ഫ്രം ഇസ്ലാം. കൃത്യമായിട്ട് പറയാണ്, ഇറ്റ് ഈസ് വൺ പാക്കേജ്. അവർ പറയുന്നതാണ്, ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല, ഇവരുടെ ഇമാംസ് പഠിപ്പിക്കുന്ന ഇമാംസ് പറയാണ്, യു ക്യാൻ സെപ്പറേറ്റ് പൊളിറ്റിക്കൽ ഫ്രം ഇസ്ലാം, ഇറ്റ് ഈസ് വൺ പാക്കേജ്. ഒറ്റ പാക്കേജിൽ വരുന്നതാണ്. നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയില്ല, ഒറ്റ പാക്കേജ് വരാണ്. വി ആർ ഇൻ ദ ഫോർ ഫ്രണ്ട് ടു ഡിസ്ട്രോയ് വെസ്റ്റേൺ സിവിലൈസേഷൻ ഫ്രം വിത്തിൻ. നമ്മൾ ഒരു സിനിമ ഉണ്ടല്ലേ, ട്രോയ്, അതുപോലെ തന്നെ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ പറയുന്ന ഒരു അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതാണ്. അതായത് ഈ ട്രോയിൽ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്, ഈ പറയുന്ന ഈ ഇവരുടെ സൈന്യം വന്നിട്ട് ഇവർക്ക് ആ ഒരു
ഒരു വലിയ കോട്ടയ്ക്കകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പം ഇവർ വലിയൊരു ഹോഴ്സിന് ഉണ്ടാക്കുക, ട്രാജൻ ഹോഴ്സ്, ഒരു വൈറസും പോലെയാണ് അതിൻ്റെ പേരിൽ. അപ്പോൾ ഈ ട്രാജൻ ഹോഴ്സിൽ ഈ പറഞ്ഞ ആൾക്കാരെ ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഈ കോട്ടയുടെ അകത്തുള്ള ആ രാജ്യത്തുള്ള ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് യുദ്ധമെല്ലാം അവസാനിച്ചു എന്ന് കണ്ട് പുറത്ത് നോക്കി വരുമ്പോൾ ഒരു ഹോഴ്സ് അവിടെ ഇരിക്കുന്നു. ഈ ഹോഴ്സിനെ കൊണ്ടായി അകത്തുകൊണ്ട് കയറ്റുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രാത്രിയാകുമ്പോൾ ഈ ഹോഴ്സിൽ ഈ കുതിരയിൽ ഒളിച്ചിരിക്കുന്ന മാൻമെയ്ഡ് കുതിരയിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം പുറത്തിറങ്ങി ഇതിലുള്ള ആൾക്കാരൊക്കെ നശിപ്പിക്കുന്നു. എക്സാക്ട്ലി ഇതേ പ്രവൃത്തിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നശിപ്പിക്കാൻ പറ്റില്ല. ഈ അമേരിക്കൻ ഒരു ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കിയിട്ട് അമേരിക്കയെതിരെ പോരാടി തീർച്ചയായിട്ടും അമേരിക്ക നശിപ്പിക്കും, ഉറപ്പാണ്. പക്ഷേ ഡിസ്ട്രോയ് ഫ്രം വിത്തിൻ ഇൻസൈഡ്, അതാണ് ഭയങ്കര സ്ട്രാറ്റജിക് ആണ് ഈ ഒരു യൂസേജ്. റോബിൻ പറഞ്ഞ പോലെ ഈ വൈറസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഒരു എന്താ പറയുക കോണ്ടാക്ട്സും ഇല്ലാതെ ഒരു വൈറസ് ഉണ്ടാകുക എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് എ ഡേഞ്ചറസ് തിങ്. ഒരു ജൂവിഷ് പ്രോ ഇസ്രായേൽ റാലി നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ജൂവിഷ് റാലി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന യാതൊരു തീവ്രവാദ ബന്ധമില്ലാത്തൊരു വ്യക്തി ഈ പറയുന്ന ഇസ്രായേൽ റാലിക്കെതിരെ വന്ന് ബോംബ് എറിയുക, അല്ലെങ്കിൽ അത് പറയുന്നത് ദാറ്റ് ഈസ് എ സംതിങ് സീരിയസ് തിങ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് പ്രധാന കാര്യം. സംതിങ് ഈസ് റോങ് ദെയർ, അതാണ് അവിടെ പ്രധാന പ്രശ്നം. ഓക്കെ, ഇനി നമുക്ക് ഈ പറയുന്ന ആശയങ്ങളിലേക്ക് വരാം. അപ്പം ഈ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. അതായത് എൻ്റെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഈ ശരിക്കും ദ പ്യുവർ ഈവിൾ പറഞ്ഞത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞിട്ട്, ബട്ട് ഇൻ മൈ നോളജ് ദ പ്യുവർ ഈവിൾ ഡിസ്ഗൈസ്ഡ് ഇൻ എ റിലീജിയസ് ഫോം, മേ ബി മോർ റാഡിക്കലൈസ്ഡ് ഫോം. അതാണ് ഒരു പക്ഷേ തീവ്ര ഇസ്ലാമിക് ചിന്താഗതികളുടെ ഒരു അവസ്ഥ എന്ന് പറയാം. നമുക്ക് അൽ ഖ്വയ്ദയുടെ കാര്യത്തിലേക്ക് വരാം. ഓക്കെ, നമുക്കറിയാം 1980 ഈ അൽ ഖ്വയ്ദ എന്നുള്ളൊരു സംഘടന തന്നെ ഫോം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ജിഹാദിസ്റ്റ് മൂവ്മെൻറ്റ് അതിനുള്ളൊരു പ്രസ്ഥാനമായിട്ടാണ് വന്നത്. അപ്പോൾ 1989 ഈ പറയുന്ന ഇവരുടെ സോവിയറ്റ് വാർ, അതായത് അഫ്ഗാനിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്ഥാനിലെത്തുന്നു. പക്ഷേ ഈ സൈന്യത്തിനെതിരെ പോരാടാൻ വേണ്ടിയിട്ട് 1980 ഫോം ചെയ്ത അൽ ഖ്വയ്ദ സംഘടന നിലപാട് ഉറപ്പിക്കുന്നു, ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സംഘടന തന്നെ 1990 നമ്മുടെ സൗദി അറേബ്യയിൽ US-ന്റെ കോളനിവൽക്കരണം എന്ന് ഞാൻ പറയുന്നില്ല, US-ന്റെ പ്രൊട്ടക്ഷൻ സൗദി അറേബ്യ ചോദിച്ചു വാങ്ങിച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇറാഖ്, സദാം ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള ഇറാഖിൻ്റെ വലിയൊരു അധിനിവേശം സൗദി അറേബ്യ, കുവൈറ്റ് പോലെയുള്ള, പ്രത്യേകിച്ച് കുവൈറ്റ് അവർ കീഴടക്കിയായിരുന്നു. അതിന് ശേഷം 300 മൈലുകളായിരുന്നു ഈ പറയുന്ന ഇവരുടെ സൈന്യം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സൗദി രാജാവ് ഈ പറയുന്ന അമേരിക്കയുടെ സഹായം തേടി. അപ്പോൾ ഈ അൽ ഖ്വയ്ദ പറയാണ് എന്തുകൊണ്ട്, അൽ ഖ്വയ്ദ മാത്രമല്ല അങ്ങനെ പല തീവ്രവാദ ചിന്തകൾ പറയാണ് എന്തുകൊണ്ട് ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഹോളി ലാൻഡുകളായ സ്ഥലത്ത് മുസ്ലിം, അതായത് കാഫീറുകളുടെ സഹായം തേടി അവരെ ഈ നിയമിച്ചത്. അതാണ് ഒന്നാമത്തെ കാരണം. ഈ പറയുന്ന എന്തുകൊണ്ടാണ് അൽ ഖ്വയ്ദ എന്നൊരു പ്രത്യേക ഒരു മത തീവ്രവാദ സംഘടന ഈ അമേരിക്ക എന്നുള്ളൊരു രാഷ്ട്രത്തിന് എതിരാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ വരുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം, അൽ ഖ്വയ്ദയുടെ പ്രധാന അജണ്ടകളിൽ ഒന്നാമത്തെ. ഇനി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്, അതാണ് ദ മിലിറ്ററി പ്രസൻസ് ഇൻ മുസ്ലിം ലാൻഡ്സ്. അതാണ് ഒന്നാമത്തെ എന്തുകൊണ്ടാണ് അൽ ഖ്വയ്ദ ഈ പറയുന്ന അമേരിക്കക്കെതിരെ എന്നുള്ളത്. രണ്ടാമത്തെയാണ് സപ്പോർട്ട് ഫോർ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ ടെററിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇസ്രായേൽ എന്താണ്, ഒപ്രഷൻ ടു പാലസ്റ്റീൻ അനുഭാവികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ പാലസ്തീനികാർക്കുള്ള ഒപ്രഷനാണ് ഇസ്രായേൽ നടത്തുന്നത്. അല്ലാതെ അവിടെ തീവ്രവാദി ഉന്മൂലനം ചെയ്യലല്ല, അങ്ങനെ ചിന്താഗതിയാണ് അവരുടെ മനസ്സിൽ വന്നിരിക്കുന്നത്. ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് രണ്ടാമത്തെ കാരണം അവർ ഈ അമേരിക്കക്കെതിരെ ഉണക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം പറയാണ്, ഈ പറയുന്ന US പോലെയുള്ള രാജ്യങ്ങൾ ഈ പല ഗവൺമെൻറ്റ്സിനെ, അതായത് ഈ സൗദി അറേബ്യ, ഈജിപ്ത് ആൻഡ് ജോർദാൻ പോലെയുള്ള ഗവൺമെൻറ്റ്സിനെ അതോറിറ്റേറിയൻ ഗവൺമെൻറ്റ്സിലേക്ക് ആക്കി. അതായത് മുസ്ലിം ഇവർ പറയുന്ന ഒരു നിയമമുണ്ടല്ലോ, ശരിയ നിയമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ പറയും ഇതൊരു ഡിവൈൻ ലോയാണ്, ഈ ലോയ തന്നെയാണ് എല്ലാ മനുഷ്യരും അനുഷ്ഠിക്കേണ്ടത്, ഇത് ദൈവത്തിൽ നിന്ന് വന്നുകൊണ്ട് എല്ലാ മാനുഷിക നിയമങ്ങളെക്കാൾ ഉപരിയാണ്. പക്ഷേ അമേരിക്ക പഠിപ്പിക്കുന്നില്ല, അമേരിക്ക ഒരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയാണ്, നമുക്കറിയാം. അപ്പോൾ അമേരിക്കയുടെ ചിന്ത അനുസരിച്ച് സെക്യുലറിസം, അതോറിറ്റേറിയൻ ഗവൺമെൻറ്റ്സ് അങ്ങനെയുള്ളൊരു എന്താ പറയുക കുറച്ചും കൂടി പ്രോഗ്രസ്ഡ് ആയുള്ള ചിന്താഗതികളാണ്. ഈ ചിന്താഗതികൾക്കൊക്കെ ഈ പറയുന്ന ഇസ്ലാം വേൾഡ് എതിരാണ്. അതാണ് മൂന്നാമത്തെ കാരണം. അടുത്തൊരു കാരണം പറയാണ് കൾച്ചറൽ ഇമ്പീരിയലിസം, മോറൽ കറപ്ഷൻ. അപ്പോൾ ഇവരുടെ ഒരു വാക്കിലൊക്കെ പറയുകയാണ് ഈ അമേരിക്ക അതുപോലെയുള്ള വൻകിട രാഷ്ട്രങ്ങളാണ് ഏറ്റവും കൂടുതൽ കറപ്ഷൻസ്, അതുപോലെ തന്നെ ഇമ്മോറാലിറ്റി എന്ന് പറഞ്ഞാൽ അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ, അരാജകത്വമൊക്കെ കൂടി സപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെന്ന് ഇവർ വാദിക്കുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ കാര്യം. പിന്നെ ലാസ്റ്റ് പറയാണ് ഹിസ്റ്റോറിക്കൽ ഗ്രീവൻസ് ആൻഡ് കൊളോണിയൽ ലെഗസി. അത് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത്
ഈ ഓട്ടോമൻ ഭരണത്തെ ഈവൻസ് ലൈക്ക് സൈക്കീസ് പൈക്കോട്ട് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ 1916 വിച്ച് ഡിവൈഡഡ് ഓട്ടോമൻ ലാൻഡ്സ് ബിറ്റ്വീൻ ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് ആർ വ്യൂഡ് ആസ് ദ സ്റ്റാർട്ട് ഓഫ് വെസ്റ്റേൺ ഡോമിനേഷൻ. അതാണ് വെസ്റ്റേൺ ഡോമിനേഷൻ ആദ്യത്തെ കാര്യമായിട്ട് പറയുന്നത്. അതാണ് അടുത്തൊരു റീസൺ എന്തുകൊണ്ടാണ് ഇവർ യു എസിനെ എതിർക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഈ പറയുന്ന. അപ്പോൾ ഏകദേശം ഒരു 5 കാരണങ്ങളുണ്ട്. പിന്നെ നമുക്കറിയാം ഈ 5 കാരണങ്ങൾ കൂടാതെ, ഇത് 5 മെയിനായിട്ടുള്ള കാരണങ്ങൾ, ഇത് കൂടാതെ ഒരു 2-3 കാരണം നമുക്ക് പറയാം. ഒന്നാമത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം, അതായത് ലോകം മുഴുവനും ഒരു നിയമത്തിൻ്റെ കീഴിൽ വരണം എന്നുള്ളൊരു ചിന്താഗതി. അത് മറ്റുള്ളവരെ കൊന്നിട്ടാകാം, നുണ പറഞ്ഞിട്ടാകാം, മറ്റുള്ളവരെ ഈ പറയുന്ന ജിഹാദിൻ്റെ പേരിൽ ഈ പറയുന്ന മറ്റു മതങ്ങളിലെ യുവതികളെ ബലാത്സംഗം ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ അവരെ കൊന്നുകളഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ മറ്റു റീജിയനിലെ ആൾക്കാരുടെ നമ്പർ വളരെ കുറച്ച് ഇവരുടെ അങ്ങനെ അധിനിവേശം ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ രാജ്യത്ത് നമുക്കറിയാം ബോക്കോ ഹറാം. ഈ ബോക്കോ ഹറാം ഈ നൈജീരിയയിലാണ് ഇവരുടെ വേറൊരു ടൈപ്പ് വരുന്നത്. ഇപ്പം ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഒരു പേരിൽ AQIS, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അൽ ഖ്വയ്ദ ഇൻ ദ അറേബ്യൻ പെനിൻസുല AQAP എന്നറിയപ്പെടുന്നു. അതേസമയം ഈ സൗദി അറേബ്യയിൽ ഇത് AQIM എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിൽ അൽ ഷാബാബ് എന്നാണ് പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ അറിയപ്പെടുന്നത് ഇന്ത്യയിലുണ്ട് ഇത് അൽ ഖ്വയ്ദ ഇൻ ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഈസ് നോൺ ആസ് AQIS എന്നാണ് അറിയപ്പെടുന്നത്. മിക്ക രാജ്യങ്ങളിലുണ്ട്, നമുക്കറിയാലോ. അപ്പോൾ ഇവരുടെ പ്രധാന ഉദ്ദേശം മറ്റു മാനുഷികമായിട്ടുള്ള നിയമങ്ങളെക്കാൾ ഉപരി ഇവരുടെ നിയമം കൊണ്ട് അനുഷ്ഠിക്കുക ആണ്. ഞാൻ ആദ്യം പറഞ്ഞത് അവരുടെ നിയമത്തിന് ഇസ്ലാം ഈസ് ആൻ അൺഎൻഡിങ് കൊളോണിയലിസം പ്രോജക്റ്റ്. അവസാനിക്കില്ല, എങ്ങനെ പോയാലും അവസാനിക്കില്ല. ഈ പറയുന്ന വൈറസിന്റെ കാര്യം പറഞ്ഞ പോലെ വിത്തൗട്ട് എനി കോണ്ടാക്ട്സ് സംഹൗ സഡൻലി ദി വൈറസ് ബ്രേക്സ് ഔട്ട്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രത്യേക റാഡിക്കലായിട്ടുള്ള ചിന്തകൾ പണ്ട് പഠിച്ചതാകാം, ചെറുപ്പത്തിൽ പഠിച്ചാൽ മതി. അങ്ങനെയുള്ള പഠിച്ചൊരു വ്യക്തി യാതൊരു കോണ്ടാക്ട് ഇല്ലെങ്കിൽ തന്നെയും ആ ഒരു പ്രത്യേക സമയത്ത് മാത്രം ഉണർന്നു വരുന്നത്. സോ ഇതാണ് എൻ്റെ ഒരു അൽ ഖ്വയ്ദയെ കുറിച്ച് എൻ്റെ ഒരു അത് വ്യക്തമാണ്. നമ്മൾ ലാസ്റ്റായിട്ട് പറയുമ്പോൾ റോബിൻ ജോൺ, നമുക്ക് ഈ അൽവാക്കിയുടെ ഈ ഒരു ആഹ്വാനം അത് മത തീവ്രവാദം തലക്കി പിടിച്ച ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനേക്കാൾ നമ്മൾ ഭയക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ, എന്തിനേറെ പറയുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ ഇത്തരത്തിൽ മത തീവ്രവാദം തലക്കി പിടിച്ച നിരവധി ഭ്രാന്തന്മാർ സ്ലീപ്പർ സെല്ലുകളുടെ രൂപത്തിൽ നമ്മുടെ ഇടയിലുണ്ട്. ഈ ഭ്രാന്തന്മാരെ ആക്ടിവേറ്റ് ചെയ്യാൻ ഈ തലമൂത്ത ഈ ഭ്രാന്തൻ്റെ ഈ ജൽപ്പനം മതി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരുപക്ഷെ ഒരു 99% പേരും ഈ ഒരു ആഹ്വാനത്തെ തള്ളിക്കളയും. പക്ഷേ ഒരു വ്യക്തി ഇതിൽ നിന്നും സ്വാധീനം ഉൾക്കൊണ്ട് ഒരു എടുത്തുചാട്ടം നടത്തി കഴിഞ്ഞാൽ അത് സൃഷ്ടിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും. നമുക്കറിയാം ജർമ്മനിയിൽ നടന്ന ക്രിസ്മസ് മാർക്കറ്റിന് നേരെ ഉണ്ടായ ആക്രമണം. ഇപ്പോൾ എന്തിനേറെ പറയുന്നു ഈ September 11 അറ്റാക്ക്. അത് എന്താ പറയണേ, കുറച്ച് പേര് ഈ ഭ്രാന്തൻ്റെ ബിൻ ലാദൻ എന്ന് പറയുന്ന ഭ്രാന്തൻ്റെ ജൽപ്പനം കേട്ട് ഇറങ്ങി പുറപ്പെട്ടു. പിന്നീട് അത് ലോകക്രമത്തിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അഫ്ഗാനിസ്ഥാനിൽ US നടത്തിയ സൈനിക നടപടി, ഇറാഖിൽ നടത്തിയ സൈനിക നടപടി. അതിനാൽ തന്നെ ഇത് വെറും ഒരു ജൽപ്പനമായിട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ കാണരുത്. കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം. ഈ ഒരു ജൽപ്പനം അത് സ്പ്രെഡ് ചെയ്യാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ അമേരിക്കയാണ് അല്ലെങ്കിൽ ഇസ്രായേലാണ്. അത് വളരെ വ്യക്തമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്, യഹൂദരാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതിനാൽ വളരെ കരുതലോടെ ഇരിക്കുക, വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള ഭീഷണികളെ നോക്കിക്കാണുക. ഇനി ഇത്തരത്തിലുള്ള ഭീഷണികൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടികൾ സ്വീകരിക്കുക. അത് മാത്രമേ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളൂ. മത തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഭ്രാന്തന്മാരുടെ എണ്ണം ലോകത്ത്, ഏറ്റവും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കയിൽ ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം ലോകരാജ്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ പറയുന്ന അൽവാക്കി എന്ന് പറയുന്ന അൽ ഖ്വയ്ദ ഭീകരൻ നടത്തിയ ആ ഒരു ആഹ്വാനം അത് വെറുമൊരു ജൽപ്പനമായി ഒരിക്കലും തള്ളിക്കളയരുത്. അതിൻ്റെ ഒരു ഗൗരവം, അതിൻ്റെ ഒരു ഭീകരത തീർച്ചയായിട്ടും ലോക നേതാക്കൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അമേരിക്കയാണ്, ഇസ്രായേലാണ്, അവിശ്വാസികളാണ്, ഏറ്റവും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളാണ്, യഹൂദരാണ്. അതിനാൽ തന്നെ ഇത്തരം ഭീകരരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പോരാട്ടത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നാകേണ്ടിയിരിക്കുന്നു. അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ആഹ്വാനമുണ്ട്. ഈ ലോകത്ത്
ഒരിടം പോലും ഒരു യഹൂദന് സേഫായിട്ടുള്ള ഒരു ഇടം പോലും ഉണ്ടാകരുത്, യഹൂദരെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടി കൊലപ്പെടുത്തണം എന്നൊരു ആഹ്വാനം. പലപ്പോഴും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന സൈനിക നടപടിയിൽ ചിലർ മാത്രമാണ് ഇരകൾ എന്ന ഒരു വ്യാജ പ്രചരണം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ആരാണ് ഇര, ആരാണ് വേട്ടക്കാർ എന്നത് ഇത്തരത്തിലുള്ള ഭ്രാന്തന്മാരുടെ ജൽപ്പനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനാൽ തന്നെ ഇത്തരം ഭ്രാന്തന്മാരെ ഇല്ലാതാക്കുവാനുള്ള സത്വര നടപടികൾ ലോക രാജ്യങ്ങൾ സ്വീകരിക്കട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.